യുഎസിന് പിന്നാലെ കാനഡയിലും അജ്ഞാത പേടകം കണ്ടെത്തി. കനേഡിയൻ പ്രധാനമന്ത്രി ജസ്റ്റിൻ ട്രൂഡോയുടെ നിർദ്ദേശത്തെ തുടർന്ന് യുഎസ് സൈന്യം പേടകം തകർത്തു. ഇന്നലെ അലാസ്കയിൽ പേടകം തകർത്തതിന് പിന്നാലെയാണ് യുഎസ് കാനഡ അതിർത്തിയിലും പേടകം കണ്ടെത്തിയത്. പേടകാവശിഷ്ടങ്ങൾക്കായി തിരച്ചിൽ തുടരുന്നു. ചൈനീസ് ചാര ബലൂൺ തകർത്തതിന് പിന്നാലെയാണ് അജ്ഞാത പേടകത്തിന്റെ സാന്നിധ്യം കണ്ടെത്തിയത്. വിവരങ്ങളുമായി അനുഷ ചേരുന്നു. അനുഷ, അമേരിക്കയുടെയും കാനഡയുടെയും ഒക്കെ ആകാശത്ത് ഇത്തരത്തിലുള്ള ദുരൂഹതകൾ ഏറുകയാണ്. എന്താണ് ഇപ്പോൾ ഒടുവിലത്തെ പേടകത്തിന്റെ വിവരം? വെടിവെച്ചിട്ട സാഹചര്യം എന്താണ്? ഫിജി, ഇത് രണ്ടാം തവണയാണ് ഇത് കാനഡയാണെങ്കിലും അമേരിക്കയെ ലക്ഷ്യമിട്ടതാണ് എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം ഇത്തരത്തിലൊരു അജ്ഞാത പേടകം കാണുകയും കനേഡിയൻ പ്രധാനമന്ത്രി ജസ്റ്റിൻ ട്രൂഡോ ഇത് തകർത്തു കളയാൻ നിർദ്ദേശിക്കുകയും ചെയ്തു. തുടർന്ന് US സൈന്യമാണ് മിസൈൽ ഉപയോഗിച്ച് യുദ്ധവിമാനത്തിൽ നിന്ന് ഈ പേടകം തകർത്തു കളഞ്ഞത്. ഇന്നലെയും സമാനമായ രീതിയിൽ അലാസ്കയിൽ 40,000 അടി മുകളിൽ പറന്ന ഒരു അജ്ഞാത പേടകം അമേരിക്കയിലെ US സൈന്യം തകർത്തു കളഞ്ഞിരുന്നു. ഇതേ തുടർന്ന് ഇതിൻ്റെ അവശിഷ്ടങ്ങൾ, ഈ രണ്ട് പേടകങ്ങളുടെയും അവശിഷ്ടങ്ങൾ ഇതുവരെയും ശേഖരിച്ചിട്ടില്ല. കാരണം അവിടുത്തെ കാലാവസ്ഥയാണ്, പ്രധാനമായും കടുത്ത തണുപ്പ് അനുഭവപ്പെടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് ജലാശയങ്ങളിൽ വീണ് ഉറഞ്ഞുപോയൊരു സാഹചര്യമാണ്. ഇത് വീണ്ടെടുത്താൽ മാത്രമേ എന്താണ് ഇതിന് പിന്നിലുള്ള കാരണം, ഇത് ആരയച്ചതാണ് തുടങ്ങിയ വിവരങ്ങൾ ലഭ്യമാവുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ഇത് സംബന്ധിച്ചുള്ള ഒരു വിശദീകരണം കനേഡിയൻ ഗവൺമെൻറ്റോ പെൻറ്റഗണോ നൽകിയിട്ടില്ല. എന്നാൽ US പ്രസിഡന്റ് ജോ ബൈഡനും കാനഡ പ്രധാനമന്ത്രി ജസ്റ്റിൻ ട്രൂഡോയും ചർച്ച നടത്തി. ജസ്റ്റിൻ ട്രൂഡോയുടെ നിർദ്ദേശപ്രകാരമായിരുന്നു ഇത്തരത്തിൽ ഈ പേടകം തകർത്തത്. ഇരു രാജ്യങ്ങളും ഇതിന് കാരണമായി പറയുന്നത് വ്യോമഗതാഗതത്തെ പ്രതികൂലമായി ബാധിക്കും, വ്യോമ സുരക്ഷയെ ബാധിക്കും, അതുകൊണ്ടാണ് തങ്ങൾ ഇത് തകർത്ത് കളഞ്ഞത് എന്നാണ്. പേടകം നിരീക്ഷിച്ച് ഇതിനകത്ത് ആളില്ല എന്ന് ഉറപ്പ് വരുത്തിയതിനു ശേഷമാണ് ഇത്തരത്തിൽ ഇത് നശിപ്പിച്ചു കളഞ്ഞത്. ചൈനീസ് ചാര ബലൂണിൻ്റെ സാന്നിധ്യം അമേരിക്കയിൽ കണ്ടെത്തിയതിന് ശേഷം പിന്നെ ഈ ചൈനീസ് ചാര ബലൂൺ ഇതും സമാനമായ രീതിയിൽ മിസൈൽ ഉപയോഗിച്ച് തകർത്തിരുന്നു. തുടർന്ന് ഇതിൻ്റെ അവശിഷ്ടങ്ങളിൽ ശേഖരിച്ച് അതിൽ കൂടുതൽ പഠനം നടത്തിയിരുന്നു അമേരിക്ക. അപ്പോഴാണ് 40-ലധികം രാജ്യങ്ങളിൽ, 5 ഭൂഖണ്ഡങ്ങളിലായി 40-ലധികം രാജ്യങ്ങളിൽ, ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങളിൽ ഈ ചൈനീസ് ചാരബലൂണിൻ്റെ സാന്നിധ്യം ഉണ്ടായിരുന്നു എന്ന് അമേരിക്ക വിശദീകരിച്ചത്. തുടർന്ന് ഇതിൻ്റെ വിശദാംശങ്ങൾ, ഈ ചൈനീസ് ചാരബലൂണിൻ്റെ വിശദാംശങ്ങൾ മറ്റ് ലോകരാജ്യങ്ങൾ, ഇന്ത്യ അടക്കമുള്ള ലോകരാജ്യങ്ങളുമായി അമേരിക്ക പങ്കുവയ്ക്കുകയും ചെയ്തു. അതേസമയം ചൈന തങ്ങളുടേത് അത്തരത്തിലൊരു ചാരബലൂൺ അല്ല എന്നൊരു നിലപാടാണ് സ്വീകരിച്ചത്. അതൊരു കാലാവസ്ഥ നിരീക്ഷണത്തിനായുള്ള ബലൂണാണ്, ചാരവൃത്തിക്കായി അയച്ചതല്ല എന്ന് നിലപാട് സ്വീകരിക്കുകയും ചൈനീസ് നയതന്ത്രം, അമേരിക്കയും ചൈനീസ് നയതന്ത്രവും തമ്മിലുള്ള ഒരു വിള്ളൽ ഉണ്ടാവുകയും ചെയ്തു. എന്നാൽ ജോ ബൈഡൻ പറഞ്ഞത് തങ്ങൾ ഇതത്ര കാര്യമായി ഗൗരവത്തോടെ എടുക്കുന്നില്ല എന്നാണ് പറഞ്ഞത്. പക്ഷേ യഥാർത്ഥത്തിൽ അമേരിക്ക ഇത് വളരെയധികം കാര്യമായി തന്നെ കാണുന്നുണ്ട്. കാരണം ഇത് 3-ാം തവണയാണ്, ചൈനീസ് ചാര ബലൂൺ അടക്കം 3-ാം തവണയാണ് ഇത്തരത്തിലൊരു ഒരു വസ്തുവിൻ്റെ സാന്നിധ്യം അമേരിക്കയുടെ ആകാശത്ത് കണ്ടെത്തിയത്. കാരണം പെൻറ്റഗണിനെ പോലെ കനത്ത സുരക്ഷയുള്ള ഒരു രാജ്യത്ത് ഇതാണ് അവസ്ഥയെങ്കിൽ മറ്റ് ലോകരാജ്യങ്ങളുടെ കാര്യം എന്തായിരിക്കും എന്നതും ഒരു ആശങ്കയുളവാക്കുന്ന കാര്യമാണ് ഫിജി. ശരി അനുഷ.